പേരൊക്കെ നോക്കി ID ഒക്കെ നോക്കി ഫുള്ള് നോക്കിയിട്ട് ഫുള്ളിലേക്ക് വിടും. അപ്പം നമ്മളെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇപ്പം ട്രക്കിംഗ് തുടങ്ങുകയാണ്. അപ്പം ഈ ട്രക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഓഫ് സീസൺ ട്രക്കിംഗ് ആണ്. അതിൻ്റെ ഓഫ് സീസൺ ട്രക്കിംഗ് ഇപ്പം ഇത് ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റും ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തേക്കാം. പിന്നെ അതിൻ്റെ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ പ്ലാസ്റ്റിക് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഇപ്പം നിങ്ങൾ കണ്ടുപോലെ ചെക്കിങ് സമയത്ത് അവർ പ്ലാസ്റ്റിക് ഫുള്ള് ഒഴിവാക്കി. ഇപ്പം ബ്രഷ് പേസ്റ്റ് ആണെങ്കിലും പേസ്റ്റ് കുഴപ്പമില്ല, സോപ്പൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. പിന്നെ ഫുഡ് ഐറ്റംസ് പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല, ഫുള്ള് എടുത്ത് മാറ്റി പേപ്പറിലൊക്കെ പൊതിയാൻ പറയും. പിന്നെ മെയിനായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെക്കിങ് സമയത്ത് നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത് ഹാർഡ് കോപ്പി തന്നെ ഹാജരാക്കേണ്ടതാണ്. അതില്ലാതെ നിങ്ങളെ അകത്തോട്ട് കയറ്റി വിട്ടില്ല. അപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ലിങ്കും PDF-ൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതില്ലാതെ നിങ്ങളെ കയറ്റി വിടുന്നതല്ല. അപ്പോൾ ഇത് ശരിക്കും നമുക്കിപ്പം ഇത് 2 ഘട്ടങ്ങളായിട്ടാണ് അഗസ്ത്യാറിൻ്റെ ട്രക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു മൊത്തം 22 to 24 കിലോമീറ്റർ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഘട്ടം ഒരു 14 കിലോമീറ്ററാണ്. അതിരിമല ബേസ് ക്യാമ്പ് വരെ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ അതിരിമല ബേസ് ക്യാമ്പ് ഇവിടുന്ന് ഏകദേശം ഒരു 13 to 14 കിലോമീറ്റർ ഉണ്ട്. ആ 14 കിലോമീറ്റർ അത്ര ടഫല്ല. പക്ഷേ ഒരു 10-12 കിലോമീറ്റർ നമ്മൾ സാധാരണ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ചെറിയ രീതിയിലൊക്കെ ടഫ്നെസ് വരുമെങ്കിലും അത്ര കുഴപ്പമില്ലാതെ ഒരു മോഡറേറ്റ് ടു ടഫ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലാസ്റ്റ് ഒരു അതിലുള്ള ബേസ് ക്യാമ്പ് എത്തുന്ന അവിടെ ഒരു മലയുണ്ട്. അതൊരു 1/2 കിലോമീറ്റർ ഉണ്ട്. അത് 80 സ്ലോപ്പാണ്. കാരണം അത് കയറാൻ തന്നെ ഏകദേശം 1/2 to 45 minutes എടുക്കും. കാരണം അത്രയും പാടാണ്.
കട ഉണ്ടായിരുന്നു, അത് സീസൺ സമയത്ത് തുറക്കത്തുള്ളൂ അവർ. ആ അതൊക്കെ കൂടുതലാണ്. ചായക്കല്ല 20 കഴിക്കും. കട്ടന ചായ കിട്ടോ? കട്ടന ചായ പിന്നെ നമ്മൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറയാൻ, നമ്മളിതിപ്പം അതിരമല ബേസ് ക്യാമ്പിൽ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ 7:30 മണി ഫുഡ് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അഗസ്ത്യമല കയറുന്നത്. അതൊരു 6 to 6.5 കിലോമീറ്റേഴ്സാണ്. അത് നല്ല ഡിഫിക്കൽട്ട് ട്രക്കാണ്. കാരണം നല്ല ഡിഫിക്കൽട്ട് ട്രക്കാണ്. പാറയും മൊത്തം റോക്സൊക്കെയാണ്. അതിൻ്റെ അടുത്ത് ഒരു 10-12 സ്ഥലത്ത് റോപ്പ് വെച്ചിട്ടുണ്ട്, അത് വലിഞ്ഞ് കയറണം. അപ്പം അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഈ പാക്കേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4000 റുപ്പീസ് പെർ പേഴ്സൺ, അതായത് 5 പേരെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ 5, 10, 15 അങ്ങനത്തെ ഗ്രൂപ്പുകളാണ് കൊണ്ടുപോകുന്നത്. 5 പേരെ ഗ്രൂപ്പിന് 20,000, 10 പേരെ ഗ്രൂപ്പിന് 40,000, അങ്ങനെയാണ് റേറ്റ് പറഞ്ഞത്. മിനിമം 5 പേരെങ്കിലും വേണം നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഇതിൽ പോകണമെങ്കിൽ. ഇത് ഇൻക്ലൂഡിങ് ഫുഡാണ് 4000 എന്ന് പറഞ്ഞാൽ. അതായത് ഫസ്റ്റ് ഡേ ഒരു 3 മണിക്ക് 4 മണിക്ക് ഒരു ചായ കിട്ടും, ഒരു വട കിട്ടും, പിന്നെ വൈകിട്ട് കഞ്ഞിയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സെക്കൻഡ് ഡേ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറ്, പിന്നെ 3-ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത്രയും ഫുഡാണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ഉള്ളത് 4000 പാക്കേജിൻ്റെ അകത്ത്. വെള്ളം അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ചെറിയ അരുവിയൊക്കെ ഉണ്ട്. എൻ്റെ ഇതായി കുപ്പിയുണ്ടോ? വെള്ളക്കുപ്പി അവിടെ വെച്ചാ അത് കുഴപ്പമില്ല. നീ നോക്കിയിട്ട് കാര്യമില്ല. നീ വെള്ളക്കുപ്പി എടുക്കാൻ വേണ്ടി അങ്ങ് പോകേണ്ട ആവശ്യമില്ല. തണുപ്പുണ്ടോ രാത്രി? കാറ്റില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ഡ്യൂട്ടി ഇന്ന് വൈകുന്നേരം പോരുമോ? നിങ്ങളിവിടെ കിടക്കും. നിങ്ങൾ തിരികെ വരുന്നവരെ ഞങ്ങൾ ഗൈഡ് തന്നെ. നിങ്ങൾ അപ്പോൾ നാളെ അഗസ്റ്റ് മല കയറുമ്പോൾ അവിടെ എപ്പോഴും ഞങ്ങൾ കൂടെ വരണം. നിങ്ങൾ 5 പേരെ തിരിച്ച് വന്നവരെ ഞാൻ കൂടെ കാണും. ഒരു ഡ്യൂട്ടി കഴിഞ്ഞാൽ എത്ര അതിൻ്റെ അടുത്ത ആഴ്ച ആൾ കൂടുന്നുണ്ടെങ്കിൽ വിളിക്കും. ഒരാഴ്ച ഒരു ഡ്യൂട്ടി ഉള്ളൂ? ഒരാഴ്ച, ചിലപ്പോൾ 1.5 ആഴ്ച. ആൾ എങ്ങനെ നിങ്ങൾ വരണം അതനുസരിച്ച് നമ്മൾ വിളിക്കും. നിങ്ങൾ 40 പേര് ഉണ്ട്. സീനിയറിറ്റി അനുസരിച്ച് വിളിക്കും. ഇതേപോലെ കുറേ അരുവികൾ വരും. ഒരു 10-15 മുകളിൽ കുറേ ചെറിയ അരുവി, വലുത് അരുവിയായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ കുപ്പി മാത്രം എടുത്താൽ മതി. ഇവിടെ നിന്ന് വെള്ളം ഫില്ല് ചെയ്ത് നമുക്ക് കുടിച്ച് പോവാം. അതാണ് ഈ ട്രക്കിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. പ്യുവർ വാട്ടറാണ്. നിങ്ങൾക്ക് ഇതേപോലത്തെ ഇഷ്ടം പോലെ അരുവികൾ, ഇഷ്ടം പോലെ.
കഴിയാൻ പോണേ ആ സ്ഥലത്തൊന്നും മൊബൈലില്ല അവിടെ കഴുകിയിട്ട് വരും പുള്ളി ഓടെ എത്തും. ഓറഞ്ചിൻ്റെ കൂടെ അത്ര അർത്ഥ അട്ട കാണും. നല്ല തണുപ്പുണ്ട് വെള്ളം അട്ട ഉണ്ട് കാണും എവിടെയാണ്. ഉള്ളിലൊക്കെ അല്ലേ കയറി അല്ല ഇവിടെ തലപ്പോൾ താഴെ കൂടെയൊക്കെ നടക്കും. നനവുള്ള സ്ഥലത്തെല്ലാം കാണും. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കൂടിയായി. അപ്പോൾ കാലിൽ കാണും. നമ്മൾ ശ്രദ്ധിക്കൂല. ചെറുതായിരിക്കും. അത് നിൻ്റെ കടിച്ചിട്ടാകണ്ട കണ്ട. അല്ല അത് ഞാൻ മുറിഞ്ഞതായിരിക്കും. അത് മുറിഞ്ഞത് നീ നേരത്തെ വീണപ്പം മുറിഞ്ഞതായിരിക്കും. ഹായ്. അവിടെയാണ് സൗണ്ട് അങ്ങോട്ടാണ്. എവിടെ വർക്ക് ചെയ്യണേ? ഞാൻ ഇൻഫോ പാർക്ക് എസ്റ്റിമേറ്റർ കമ്പനിയാണ് അവിടെ കോൺട്രാക്ട് ആയിട്ട് വിനീതിന്റെ കമ്പനിയില്ല. ഓക്കെ ഓക്കെ. ഇൻഫോ പാർക്ക് എവിടെയാ? അത് ഏത് ഇതാണ് ബിൽഡിംഗ്? വേൾഡ് ട്രേഡ് സെന്റർ. വേൾഡ് ട്രേഡ് സെന്റർ. ഓ ഞാൻ അവിടെ മറ്റേ CA അല്ലേ? ഞാൻ CA. ഇപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ നടന്ന് ഇപ്പോൾ പുൽമേടിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. പുൽമേട് ഇപ്പം നിങ്ങൾക്ക് നോക്കാം മൊത്തം പുല്ലാണ്. ഏകദേശം നമ്മളെ പൊക്കത്തിലോളം പുല്ലുണ്ട്. ഇവിടെ നല്ല ചൂടാണ്. വെയിലൊക്കെ കറക്റ്റായിട്ട് അടിക്കുന്ന മരങ്ങളൊന്നുമില്ല. ഇത് ഏകദേശം ഒരു 1-2 കിലോമീറ്റർ ഇങ്ങനെയാണ് പുല്ലാണ്. നമ്മളെ പൊക്കത്തിൻ്റെ മുകളിൽ പുല്ലുണ്ട്. അപ്പം ഒരു ക്ലിയർ സ്ഥലമാണ്, മരങ്ങളൊന്നും ഇല്ലാത്ത.
ഇതെന്നടാ നീനെ ഒന്ന് സാധനം റോഡ് ഇതായിരിക്കില്ല. റോഡ് എന്ന് പറഞ്ഞാൽ നീ ആ കാടിനകത്ത് കയറിട്ട് ഈ മല കയറണം. ഈ മല കയറുമ്പോൾ അത് ക്യാമ്പെത്തും. ആ കയറണം കയറണം. ഇതൊന്നുമല്ല, ഇതൊക്കെ ചെറുത്. നാളെ ഇതിനപ്പുറം, നാളെ കയറ്റം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇങ്ങനെ നടക്കേണ്ടി വരില്ല. അതുകൊണ്ട് പിന്നെ അടുത്ത വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയ അതിവീഴ്ചയിലൊക്കെ നമ്മൾ കയറി ഇട്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് എളുപ്പം പോകാൻ വേണ്ടി തിരിച്ചു പോകണം. അതായത് നല്ല മഴയൊക്കെ ആണെങ്കിൽ ഇവിടെ ചുറ്റും നല്ല വെള്ളമാണ്. ഒരു കയറി കിട്ടുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു 3-4 ദിവസം ഇതേപോലെ കയറി കിട്ടിയിട്ടുണ്ട്. ഇരുന്ന് കഴിക്കാം. സ്ഥലം സംഭവം ഉണ്ടല്ലോ, മരയ്ക്കുമ്പോൾ കഴിക്കാം, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല. ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു മല എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കയറി വേണം മുകളിലോട്ട്. ഇത് ഏകദേശം നല്ല സ്ലോപ്പാണ്. 8 ഡിഗ്രി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ 8 ഡിഗ്രി സ്ലോപ്പുള്ള ഒരു മലയാണ്. ഇത് ഏകദേശം അര കിലോമീറ്റർ 3/4 കിലോമീറ്റർ അത് വരത്തുള്ളൂ. പക്ഷേ ഇത് കയറാൻ നമുക്ക് ഏകദേശം 30-45 മിനിറ്റ് എടുക്കും.
നമ്മൾ അതിരമല ബേസ് ക്യാമ്പ് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കിടക്കാനുള്ള റൂം. ഇതേപോലെ അപ്പുറത്തും സെയിം ഉണ്ട്, ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അത് അപ്പുറത്തേക്ക് ലേഡീസിനുള്ളതാണ്. ഇതുപോലെ തൊട്ടപ്പുറത്ത് ഒരു റൂമുണ്ട് കിടക്കാൻ വേണ്ടി. മൊത്തമായി നമ്മൾ ഒരു 85-90 പേരുണ്ട് ഇവിടെ കിടക്കാൻ. പിന്നെ നമ്മൾ നാളെ രാവിലെയാണ് ഈ മലയാണ് നമ്മൾ നാളെ രാവിലെ കയറാൻ പോകുന്നത്. ഇത് ഒരു പാറയാണ്, നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ഇതിൻ്റെ സൈഡിൽ കൂടെ, ബാക്ക് സൈഡിൽ കൂടെയാണ് നമ്മൾ കയറി പോകുന്നത്.